അപ്പളേ ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പം ഞാനല്ല കേക്ക് ഉണ്ടാക്കുന്നതിന് സ്പെഷ്യലിസ്റ്റ്, താത്തയാണ് ഇന്ന് കേട്ടോ. എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ആരെങ്കിലും ഉണ്ടാക്കി മുമ്പ് കഴിക്കുന്നത് വേറെ ഫീലാണല്ലോ. അപ്പോഴേക്കട്ട മൈദപ്പൊടി, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് പാൽപ്പൊടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കപ്പിൽ അളന്നെടുത്ത് കറക്റ്റ് അളന്ന് തൂക്കി ഉണ്ടാക്കി. പിന്നെ നമ്മൾ കേക്ക് ടീനൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ മൈദപ്പൊടി കുറച്ചൊന്ന് ഇട്ട് കൊടുത്ത് അതൊന്നും ഇങ്ങനെ തട്ടിക്കൊടുത്ത് എല്ലാ സൈഡിലോട്ടും അതൊന്ന് ആക്കി കൊടുത്തിട്ട് കേക്ക് കുറച്ച് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോലെ ചെയ്യുന്നത്. പിന്നെ നേരത്തെ നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്ത് പൊടിച്ച് വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ മിക്സിയിലാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. അതിലോട്ട് മുട്ട പൊട്ടിച്ചെടുക്കണം. ഒരു 3 മുട്ടയോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലോട്ട് വേണ്ട ഓയിൽ അളന്നെടുക്കുന്നു. പിന്നെ ഒരു ടീസ്പൂണോളം വാനില എസൻസ് അളന്നെടുത്തു. പിന്നെ നമ്മൾ ആ മുട്ടയിലോട്ട് ഈ വാനില എസൻസ് ചേർത്ത് കൊടുത്തു. അതുപോലെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഇല്ലേ, ആദ്യം അതൊന്ന് അടിച്ചെടുത്തു. അതിനുശേഷം ഈ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അതിലോട്ട് തട്ടിക്കൊടുത്ത് അത് നമ്മളൊന്ന് അടിച്ചെടുത്തു. നോർമൽ സ്പീഡിലാണ്, മറ്റേ സ്പീഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ച് ബെറ്റർ. പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചു. അങ്ങനെ നമ്മൾ മിക്സ് റെഡിയായി. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതായി കാണുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ മാർബിൾ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലാണ് ഗൈസ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കി പഠിച്ചിരിക്കും. അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡയറി മിൽക്ക് എടുത്ത് കുറച്ച് മിൽക്ക് ഒഴിച്ച് മെൽറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിലോട്ട് ഇതായി കാണുന്ന പോലെ അങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആ ബാറ്ററിന് കുറച്ച് നമ്മൾ ചോക്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുത്തു. അല്ലാതെ നമ്മളിതാ ഇതുപോലെ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നില്ലേ, അതിലോട്ട് കുറച്ച് വാനില സൈഡ് ഒഴിക്കുന്നു, കുറച്ച് ചോക്ലേറ്റ് സൈഡ് ഒഴിക്കുന്നു, പിന്നെയും കുറച്ച് വാനില സൈഡ് ആൻഡ് കുറച്ച് ചോക്ലേറ്റ് സൈഡ്, അങ്ങനെ മാറ്റി മാറ്റി വയ്ക്കണം. ഞങ്ങളല്ലേ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തപ്പോൾ കുറച്ച് കളർ കമ്മിയായതുകൊണ്ട് ഞങ്ങൾ കോഫി പൗഡർ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്താൽ മതി. പിന്നെ കോഫി പൗഡർ ആഡ് ചെയ്യുമ്പോൾ ഞാൻ കയ്പ് കൂടി കുറച്ച് മധുരം കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഡിസൈൻ ചെയ്യുന്നത് ആദ്യം താത്തയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നെ കൂടെ ചെയ്യുക ചോദിച്ചു. കയ്യിൽ കിട്ടിയ ഒരു പണിയെങ്കിലും ഞാൻ ചെയ്യേണ്ട ഗൈസ്. ഞാൻ നല്ലപോലെ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ നമ്മൾ അതിന് ശേഷം ഒരു 40 മിനിറ്റോളം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ ടൈം. കേക്ക് നല്ല അടിപൊളി സ്പഞ്ചായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കാണുന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇത് അങ്ങനത്തെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ മാർബിൾ കേക്കിൽ ഈ ഡിസൈൻസ് അല്ലായിരുന്നു, പക്ഷെ ഇത് കുറച്ച് വെറൈറ്റി ആയി. അപ്പോൾ ബൈ.